ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ മീൽ പ്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മൾ പാചകം കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം എനിക്ക് മീൽ പ്രിപ്പ് ചെയ്യാനുള്ള ഒരു ഡേ ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭയങ്കര ഈസിയാണ്. നമുക്ക് അങ്ങനെ ചെയ്തു വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഈസി ആക്കും. നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാഴ്ചത്തേക്കുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതല്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഈ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കുള്ള നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കിച്ചണിൽ നമ്മളെ പണികൾ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഇഡ്ഡലിക്ക് അതുപോലെ തന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അപ്പത്തിന് നമ്മളെ പാലപ്പല്ലേ, പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി ഇതൊക്കെ ആദ്യം തന്നെ അരിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കുതിർന്ന് ഞാൻ അപ്പത്തിനും അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും റൈസും ഉഴുന്നും കുതിരാൻ വേണ്ടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടിയിട്ട് എല്ലാം കൂടെ വാരി വലിച്ച് ചെയ്യാതെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. കാര്യം ഇതെല്ലാം ഒന്ന് കുതിർന്ന് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. കാരണം ആ ഒരു വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ മുന്നേ ചെയ്ത വീഡിയോൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ എന്താ പറയുക ഈസ്റ്റും അപ്പക്കാരും ഒന്നും ചേർക്കാണ്ടാണ് നമ്മളിത് രണ്ടും അരച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്ന ഇഡ്ഡലിയും അപ്പമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ഞാൻ അരിയെല്ലാം ഒന്ന് കഴുകി എടുത്തു വെച്ചു. പിന്നെ അരി ഉഴുന്ന് അങ്ങനത്തതെല്ലാം. പിന്നെ ഇതാ കുറച്ച് കടലുണ്ട് കേട്ടോ, വൈറ്റ് കടല കുറച്ച് കണ്ണിൽപ്പെടാത്തത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഭാഗം. അതിന് അവിടെ ഇരുന്ന് കുത്തി പോവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നത് കൊണ്ടില്ലേ നമ്മളെല്ലാ സംഭവവും നമ്മൾ എല്ലാത്തിലും നമ്മളെ കയ്യെത്തും. എല്ലാം നോക്കി നമ്മൾ ആ ആഴ്ചയിലുള്ളത് എടുത്ത് ബാക്കിയുള്ളത് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യും, എല്ലാം നമ്മൾ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. കാരണം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെജിറ്റബിൾസ് അതുപോലെ തന്നെ കടല, പരിപ്പ്, പയറ് വർഗ്ഗങ്ങൾ എല്ലാം നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹെൽത്തി അല്ലാത്ത ഒന്നും നമ്മൾ ആ ഒരു ആഴ്ചയിൽ നമ്മൾ കഴിക്കില്ല. അതും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് വലിയൊരു ഗുണമായിട്ട്. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ നമ്മളെ കൈപ്പത്തിരി അല്ലെങ്കിൽ നെയ്പ്പത്തിരി അല്ലെങ്കിൽ നമ്മളെ ഒറോട്ടിയില്ലേ ടയർ പത്തിരി അതിനൊക്കെ വേണ്ടിയിട്ടും കൂടെ കുറച്ച് വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചോറരിയില്ലേ, ചോറ് വെക്കുന്ന ഏത് അരിയായാലും കുഴപ്പമില്ല, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കത് അരച്ചെടുക്കാം. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്നൊക്കെ വരട്ടെ. പിന്നെ ഓരോ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഉള്ളതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് ആക്കിയിട്ടാണ് അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റം വരുത്തേ. പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഒന്ന് രണ്ട് തവണ കഴുകിയിട്ട് പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വെക്കും കേട്ടോ. കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും അങ്ങനെ വെക്കും. എന്നിട്ട് നന്നായിട്ട് 1-2 തവണ കഴുകി വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് അങ്ങനെ തന്നെ വെക്കുക. അല്ലെങ്കിൽ നല്ലൊരു ക്ലോത്തിൽ വിരിച്ചിടുക ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. കഴുകി വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് രാത്രിയിൽ വെക്കും. എന്നാൽ രാവിലത്തേക്ക് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട് കിട്ടും കേട്ടോ. കാരണം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആയിരിക്കണം. ഒട്ടും വെള്ളത്തിന് നനവുണ്ടാകാൻ പാടില്ല കേട്ടോ. നനവുണ്ടെങ്കിൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാനുള്ളത്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ഏകദേശം
കാലിയായിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്, ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം പച്ചക്കറികളൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജ് ഏകദേശം ഒന്ന് കാലിയായതിന് ശേഷമല്ലേ നമ്മൾ തുടങ്ങുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്താലും കൂടെ മതി കേട്ടോ. അങ്ങനെ ഒരു എല്ലായിടത്ത് പെറുക്കി വെച്ച് ഡീപ്പ് ക്ലീനിങ് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറേ ഇല്ല കേട്ടോ. ഇതും എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ അങ്ങ് കഴിഞ്ഞു പോവും. അതായത് ക്ലോത്ത് നന്നായിട്ട് നനച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ അങ്ങ് തുടച്ച് എല്ലാ റാക്കും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മൾ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ടൊക്കെ ബോക്സൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് തന്നെയാണിത്. അങ്ങനെ നമ്മൾ സോസ് അങ്ങനത്തതൊക്കെ എടുക്കൂലേ, പാല് അങ്ങനത്തതൊക്കെ എടുത്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ബോട്ടിൽ നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ക്ലോത്ത് കൈ പിടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഒരു ക്ലോത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. സോസൊക്കെ എടുക്കുമ്പോൾ എപ്പോഴായാലും അതിൻ്റെ അടപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ സോസിൻ്റെ ആ ഒരു ബാക്കിയൊക്കെ ഇരിക്കും. അത് പോയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ നമ്മൾ ഈ സൈഡിൽ വെക്കുന്ന ആ ഡോറിൻ്റെ അവിടെ ഇരിക്കും. അത് ഇരുന്നിരുന്നാണ് പിന്നീട് നമ്മളത് ഉരച്ച് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഫ്രിഡ്ജല്ലേ, വേഗം അതിങ്ങനെ ഹാർഡായിട്ട് സ്റ്റെയിനായിട്ട് പിടിക്കും. അപ്പോൾ അത് ഓരോന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടർക്കി നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ലീനിങ്, ഫ്രിഡ്ജ് ക്ലീനിങ് നമുക്ക് വിഷയമില്ലാത്തൊരു കാര്യമായിട്ട് മാറും കേട്ടോ. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും. ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെക്കുക അങ്ങനെ സ്മെല്ലിന് വേണ്ടിയിട്ട് ചിലരൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നില്ല കേട്ടോ. ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ ഒരു 2 വീക്സ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി, അതായത് സാധനങ്ങളൊക്കെ തീർന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, ഇനി മീൽ പ്രിപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു ഏരിയ അല്ലേ, അത് നമ്മൾ കിച്ചൺ പോലെ തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മീൽ പ്രിപ്പ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എന്താണോ നമ്മൾ ഈ വീക്കെൻഡിൽ എന്തൊക്കെയാണോ കുക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ച വെജിറ്റബിൾസ് നമ്മൾ ഈ ആഴ്ചയിലും അത് തന്നെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അത് തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് നമുക്കായാൽ പോലും ഉണ്ടാവും. പിന്നെ കുട്ടികളെയും ബാക്കിയുള്ളവരെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതിൽ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വാങ്ങുന്ന ഐറ്റംസ് ഉണ്ടാവും, എന്നാലും കുറച്ചൊന്ന് ചേഞ്ച് ആക്കിയിട്ട് കുക്കിങ്ങൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും കേട്ടോ. എന്നിട്ട് അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത് അതിലേക്ക് വരാം. അങ്ങനെ മിക്സായിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും. ഇതെല്ലാം എനിക്ക് നടക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുമ്പോഴാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ആവണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്, പിറ്റേ ദിവസം ആവുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനും കൂടെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കഴുകി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് ആ ഒരു സമയത്ത് കൂടെ ഒന്ന് തുടച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നനവ് പാടേ ഇല്ല. പിന്നെ അതെല്ലാം ഞാൻ ഈ ആഴ്ച അങ്ങനെ കാര്യമായിട്ട് വെജിറ്റബിൾസും കാര്യങ്ങളും ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഈ വഴുതന അങ്ങനത്തെ തക്കാളി വാങ്ങിയിട്ടുണ്ട്, പച്ചമുളക് വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഒരാഴ്ചയൊക്കെ കഴിയാനുള്ളത് നമ്മളെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് കാന്താരി അങ്ങനെയൊക്കെ ആയിട്ടും പോകുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. പിന്നെ ഇതാ വഴുതന, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഉപ്പ കൊണ്ടുവന്നതാണ്. ഉപ്പയും ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ്, കുറച്ച് ചീര, അതുപോലെ തന്നെ വഴുതന എല്ലാം, കുറച്ച് പച്ചമുളക് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ തന്നെ ഈ ആഴ്ച എനിക്ക് പോകാനായിട്ടുള്ളതുണ്ട്. ഈ ഒരു 2 ആഴ്ച എനിക്ക് പോകാനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ ഉപ്പേരിക്ക് വേണ്ടി ഇപ്രാവശ്യം നമ്മൾ ചീര കൊണ്ടുവന്നതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരാഴ്ച ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ മുരിങ്ങയില കുറച്ചധികം റഫീഖാനെ കൊണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു 2 ആഴ്ച നല്ല സുഖമായിട്ട് തന്നെ അങ്ങ് പോയിക്കോളും. അടുപ്പിച്ച് നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ. ഒരു ദിവസം ഒരു ഐറ്റം ആണെങ്കിൽ അടുത്ത ദിവസം മാറ്റി അങ്ങനെ മിക്സായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്കൊരു മടുപ്പില്ലാതെ എന്നാൽ നമ്മളെല്ലാ വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. ഈ വഴുതന വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു
എന്താ പറയുക, ആ ഒരു ഞെട്ടിലുണ്ടാകുന്ന ആ ഒരു സംഭവമല്ലേ, അതങ്ങ് കളഞ്ഞ് വെക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നാൾ, അതായത് അത് വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നാൾ കേടാവാണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടേ. അതുപോലെ തന്നെയാണ് നമ്മളെ ബീട്രൂട്ടില്ലേ, ബീട്രൂട്ടിൻ്റെ ആ ഒരു ലീഫും കാര്യങ്ങളും ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ ചിലതിൻ്റെയൊക്കെ, അത് അവിടെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നാൾ കേടുവരാണ്ടിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ വഴുതന വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ബോക്സ് എൻ്റെ എഗ്ഗിൻ്റെ ബോക്സാണ് കേട്ടോ, എഗ്ഗ് വെക്കുന്ന ബോക്സാണ്. പക്ഷേ ഇതിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെക്കാനും നല്ലതാട്ടോ, കാരണം ആ ഒരു കുഴിയുള്ളത് കൊണ്ട് തന്നെ വെള്ളം ഈർപ്പം നിൽക്കില്ല, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ കുറേ നാളിരിക്കും കേട്ടോ അതിൽ. പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്പേസും ലാഭമാണ് കേട്ടോ. അപ്പോൾ അത് എഗ്ഗില്ലാത്ത സമയത്ത് ഞാൻ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കാനും യൂസ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇപ്പം കൊണ്ട് തന്നത് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആഴ്ചയിൽ ഞാൻ ക്യാബേജ് ചിലപ്പോൾ ഒരു പീസൊക്കെ എടുത്താലായി, അത്രയേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വീക്കെൻഡ് നമ്മുടെ മീൽ പ്രിപ്പിൽ നമ്മൾ ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, ഈ ആഴ്ച വേണ്ട എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഉണ്ടല്ലോ, കയ്യിലുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് നാൾ കേടുകൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പൊതിഞ്ഞ് വെക്കും, അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഇനി എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇത് ഇരുന്നോളും. ആ ഒരു ലീഫൊന്നും വാടിപ്പോവുകയോ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുപോലെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലേ, കുറേ നാൾ അത് നിൽക്കുന്നതിനേക്കാളും വീണ്ടും കുറേ നാളും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മളെ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം കൂടി എടുക്കണ്ട, അതിൽ നിന്ന് നമുക്ക് ഒരു പീസ് മാത്രം എടുത്താൽ മതി. നമുക്ക് ഇപ്പം 3 ആളുണ്ടെങ്കിലും ഈ ഒരു പീസും മതിയാവും കേട്ടോ. കാര്യം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജ് പോലെയല്ല, നന്നായിട്ട് ഇങ്ങനെ ഉള്ളിലിങ്ങനെ നല്ല തിക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞിടുന്ന സമയത്തില്ലേ, കട്ട് ചെയ്തിടുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാവും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇരട്ടി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഉള്ളിങ്ങനെ തിക്കായിട്ടാട്ടോ ക്യാബേജ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ, കഴിഞ്ഞ നമ്മൾ മീൽ പ്രിപ്പ് ചെയ്തതിൻ്റെ ബാക്കി വന്ന കുറച്ച് ഐറ്റംസാണ് ഇത്. പിന്നെ തക്കാളി നമ്മളെ തോട്ടത്തിൽ ഉള്ള കുറച്ച് നാടൻ തക്കാളിയാണ്, അതുകൊണ്ടാണ് തക്കാളി, സാധാ തക്കാളി ഞാൻ കുറച്ചെടുത്തത് കേട്ടോ. കാര്യം അത് രണ്ടും കൂടെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മീൻ കറിയിലൊക്കെ ഈ ചെറിയ തക്കാളി പുളി ഉള്ളത് കൊണ്ട് നമ്മൾ അത് തന്നെയാട്ടോ യൂസ് ചെയ്യുക, മറ്റേ തക്കാളി എടുക്കാറേ ഇല്ല. അതുകൊണ്ട് കുറച്ച് തക്കാളി ഞാൻ വാങ്ങിയിട്ടുള്ളത് വേറെ ഐറ്റത്തിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പച്ചമുളക് അങ്ങനത്തെ വെക്കുന്ന സമയത്തില്ല, ഇതിൻ്റെ ഈ അടപ്പിൻ്റെ മുകളിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഈർപ്പം ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോൾ. ഈ തക്കാളീൻ്റെ ഈ അടപ്പിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വെള്ളത്തുടി പോലെ നിറച്ചുണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. അതൊന്ന് എടുത്തിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒരു തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും കുറച്ച് നാളും കൂടെ ഇങ്ങനെ അഴുകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ആ വെള്ളം അതിലേക്ക് വീഴുമ്പോഴാണ് ആ ഒരു തക്കാളി ആയാലും പച്ചമുളകൊക്കെ ആയാലും ചീഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അതുപോലെ മല്ലിയില ഒക്കെ വെക്കുന്ന സമയത്താണ് പ്രത്യേകിച്ച് അങ്ങനെ കാണാറുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. പിന്നെ ഇത് എൻ്റെ കഴിഞ്ഞ തവണത്തെ ക്യാരറ്റാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ക്യാരറ്റൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അതായിരിക്കും ഞാൻ ആദ്യം യൂസ് ചെയ്യുക. ക്യാരറ്റ് സാമ്പാറിലേക്കോ അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം, എന്നാൽ സാമ്പാറിലേക്കോ അല്ലെങ്കിൽ ഉപ്പേരിയിലേക്കോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇത് എൻ്റെ ഈ ഒരു ബോക്സ് ഞാൻ ചെറുതായിട്ട് കുറച്ച് കറിവേപ്പില കൊണ്ടുവന്ന് വെക്കും, അതുപോലെ തന്നെ പച്ചമുളക് പെട്ടെന്ന് എടുക്കാൻ. ഈ ഒരു ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും അതിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് ചെറിയ 2-3 കഷ്ണം ഇഞ്ചി ഇട്ട് വെക്കും. പിന്നെ ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കും. വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരുപാട് ചെയ്യാറില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കുടമൊക്കെ ഞാൻ നന്നാക്കി വെക്കും കേട്ടോ. ഇപ്പോൾ 1 ദിവസത്തിനുള്ളത് 2 ദിവസത്തിനുള്ളതൊക്കെ ക്ലിയർ ആക്കി വെക്കലുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ, ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തോ കേട്ടോ. പിന്നെ ഇതുപോലെ ബ്രെഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ബോക്സിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് അത് എടുക്കുമ്പോൾ അത് തുറന്ന് വെക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഫ്രിഡ്ജിൽ വീണ് പോവുക, ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമ്മളൊരു ബോക്സിൽ വെക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ തുറന്ന് വെക്കാതെ ഇതുപോലെ ഒരു ബോക്സിൽ എന്തെങ്കിലും അടച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈ ആവാതെ
നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് എവിടെയാണ് വെക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവും. അവിടെ ഇവിടെയും കൊണ്ടുവെക്കാതെ ഫ്രിഡ്ജിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ അവിടെ ഇവിടെയും വെക്കുമല്ലോ. ബ്രെഡൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. ആ ഒരു സ്ഥലത്ത് ആ ഒരു റാക്കിൽ നമ്മൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ ഒരു ബോക്സ് മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ട് എടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ഇല്ല വാങ്ങണം, ആ ഒരു ഇത് വരും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാതെ അത് മോശമായിട്ട് പോവാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞേ. അപ്പോൾ ഇതാ എൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ക്യാരറ്റില്ലേ, അതിതാ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ക്യാരറ്റ് മാത്രം വെച്ചിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുവേ, ക്യാരറ്റ് ഉള്ളി തക്കാളി മാത്രം ഇട്ടിട്ടുള്ളേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യാം. നമ്മൾ സാധാ സാമ്പാറിന് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് നീളത്തിൽ അങ്ങനെയൊന്നും കട്ട് ചെയ്യില്ല. ഇതുപോലെ രാവിലത്തെ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനും ഞാനിങ്ങനെ ക്യാരറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ. ഇത് മിക്കവാറും നാളെ തന്നെ, കാരണം ഞാൻ ഇഡ്ഡലിക്ക് ഇടുന്നുണ്ടല്ലോ, നാളെ തന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ് വന്നത് എന്തായാലും ഫസ്റ്റിൽ തോരനായാലും എന്തായാലും വെച്ചിട്ട് ഇത് ഉപയോഗിക്കും. എന്നിട്ടാണ് കേട്ടോ ബാക്കി നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുരിങ്ങയില പറിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ കറിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത് നമ്മളെ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കറിക്ക് മീൻസ് നമ്മൾ താളിപ്പ് ഉണ്ടാക്കാറുണ്ട്, കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് താളിക്കൂലേ, അങ്ങനെ ചെയ്യാറുണ്ട്. ഒട്ടും സമയമില്ലെങ്കിൽ ആ ഒരു താളിപ്പും എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു എഗ്ഗ് പൊരിച്ചതോ ഒക്കെ ആണ് കേട്ടോ ഉണ്ടാക്കുക. ഒട്ടും സമയം ചിലപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ തീരെ സമയം കിട്ടൂല. ആ ഒരു സമയത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാനേ പറ്റുള്ളൂ കേട്ടോ. എപ്പോഴും നിങ്ങൾ കാണുന്ന അതുപോലെ എല്ലാം ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇതൊക്കെ. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു വേറൊരു ഉപ്പേരിയോ തോരൻ നമുക്ക് വെക്കേണ്ട കാര്യമില്ല. കാരണം ലീഫാണ്, നമ്മൾ താളിപ്പ് ഉണ്ടാക്കിയാൽ തന്നെ അത് നമുക്ക് വെജിറ്റബിൾസും കൂടെ കിട്ടുമല്ലേ. പിന്നെ ഒരു മുട്ട പൊരിച്ചുകൊണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് ഭക്ഷണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങയില ഇത്രയും തന്നെ ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഊരി ക്ലിയർ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് താളിപ്പിന് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് കറി വെക്കും തേങ്ങ അരച്ചിട്ട്, അതിന് വേണ്ടിയിട്ടും എടുക്കും. അതുപോലെ തന്നെ പരിപ്പിലിട്ടിട്ട് കറി വെക്കൂലേ, അതിനും വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 3-4 ഐറ്റം കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്, ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് പറിക്കാൻ പോക്കും അതുപോലെ തന്നെ ഈ മുരിങ്ങയില ഊരി എടുക്കലൊരു പണിയുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ എൻ്റെ രാവിലത്തെ തിരക്കുകൾക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു ഈസി ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റഫീഖക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലും ഈ ഫുഡ് ഉണ്ടാക്കലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കലും എല്ലാം കൂടെ എനിക്ക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഫുഡാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. അപ്പം ഞാനിപ്പോൾ എൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങയില ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നു ഉപ്പേരിക്ക് വേണ്ടി ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഊരിയെടുത്തിട്ട് അതിൻ്റെ വലിയ ആ ഒരു കമ്പും ചുള്ളിയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കൂട്ടോ. ഇത് ഞാനിപ്പോൾ കഴുകുന്നേ ഇല്ല, കഴുകി വെക്കരുത് കേട്ടോ. നമ്മൾ ആ ഒരു ഇതെല്ലാം അങ്ങനെ ഭയങ്കര ഒരു കഴുകി ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങനെ അരിപ്പയിലിട്ടിട്ട് ടാപ്പിൻ്റെ മുകളിൽ കാട്ടിയിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക, അത്രയും മതിയാവും. അപ്പോൾ ഇപ്പോൾ കഴുകലും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് കയ്പും കാര്യം. ചിലർ പറയും ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ മുരിങ്ങയില കയ്ക്കൂലേന്ന് കേട്ടോ. ഡെയിലി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക, എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മൾ കറിക്കുള്ളതും അതുപോലെ തന്നെ ഉപ്പേരിക്കാവുമ്പോൾ എനിക്കൊരു 2 ദിവസത്തേക്കുള്ള ഉപ്പേരിക്കുള്ളത് ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. മുഴുവൻ മുരിങ്ങയില നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം നിങ്ങൾ കാണുന്ന പോലെയല്ല, കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പണി ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് വേറെയുള്ള എന്താ പറയുക വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. പിന്നെ എനിക്ക് ആ ഒരു ടൈമും കൂടെ എനിക്ക് ഇതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന
ജോലികളാണ് ഈ ഒരു മീൽ പ്രിപ്പ് എന്ന് പറയുമ്പോൾ. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് കാണുമ്പോൾ കാര്യം അടുത്ത 2 ആഴ്ച നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി പറ്റും. അതാലോചിക്കുമ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാനിത് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എന്തായാലും ചെയ്ത് വെച്ചേ പറ്റൂ, എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് ഇനി ബോക്സിലും കൂടെ ആക്കിയിട്ട് വെക്കട്ടെ. ഈ മുരിങ്ങയില അടുപ്പിച്ച് നമ്മൾ കറി വെക്കൂല, ഇടയിലൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഒരു 4 ദിവസത്തെ കറിക്കുള്ളത് മുരിങ്ങയിലുണ്ട്, അതുപോലെ തന്നെ ഒരു 2 ദിവസത്തെ ഉപ്പേരിക്കുള്ളതും ഉണ്ട് കേട്ടോ. അത്രയൊക്കെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ചിലർ ഇങ്ങനെ കുക്ക് വെക്കുന്നത് കാണാം, അവരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും, എന്നിട്ട് ഫ്രീസറിലൊക്കെ വെക്കുന്നത് കാണാം. പക്ഷെ എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്ത് അത് ചൂടാക്കി കഴിക്കുന്നത് കൊണ്ട് ഫുഡ് ഐറ്റംസ് ഞാൻ അധികവും ഫ്രിഡ്ജിൽ കഴിയുന്നതും വെക്കാറില്ല കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ രാവിലത്തെ ഇപ്പോൾ ചപ്പാത്തി കറി, ആ കറി നമ്മൾ രാത്രിയിൽ ഉപയോഗിച്ചിട്ട് തീർക്കുകയാണ് ചെയ്യുക. അധികവും നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. വല്ലപ്പോഴും ബാക്കി വന്നാലായി അങ്ങനെ ഉണ്ടാവുള്ളൂ. ഫുഡ് ഐറ്റംസ് അങ്ങനെ തന്നെയാണ് കേട്ടോ. കറി അതായത് കുക്ക് ചെയ്ത ഐറ്റംസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങയിലും കാര്യങ്ങളൊക്കെ ബോക്സിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇന്നത്തെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എൻ്റെ ജോലികളൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നത് കാര്യം, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആക്കുക. കാരണം നമുക്ക് എക്സ്ട്രാ പണികൾ, നമ്മൾ മീൽ പ്രിപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആക്കൂടെ, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ എനിക്ക് അർജൻറ്റ് വേണ്ട, അതായത് അത്യാവശ്യം വേണ്ട കാര്യമാണ് തേങ്ങ ചിരകിയത് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയതാ ഞാൻ 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ വറുത്ത് വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് ഇവിടെ വറുത്തരച്ച കറിയാണ് വെക്കുക. ചിക്കൻ ആയാലും കറി വെക്കുകയാണെങ്കിൽ വറുത്തരച്ച കറിയെ ചപ്പാത്തിയിലേക്കും അപ്പം അങ്ങനത്തേലൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കടലയാണെങ്കിലും വറുത്തരച്ചിട്ടാണ് വെക്കുക കേട്ടോ, പച്ചത്തേങ്ങ അരക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ എനിക്ക് 2 കറിക്കുള്ളത് വറുത്തത് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും വറക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഈ ആഴ്ചയിൽ എനിക്ക് അത് തന്നെ മതിയാവും, 2 കറിയൊക്കെ നമ്മൾ വറുത്തരച്ചത് വെക്കുകയുള്ളൂ. അപ്പോൾ അത് തീർന്നിട്ട് അടുത്ത മീൽ പ്രിപ്പിൽ വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങ ഐറ്റംസൊക്കെ ഇതാ ഞാൻ ഫ്രീസറിലേക്കാണ് കേട്ടോ വെക്കുന്നത് രണ്ടും. മറ്റേത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി, 2-3 ദിവസത്തിനൊക്കെ ഉള്ളത് നമുക്ക് പുറത്ത് വെച്ചാലും തന്നെ ഇരിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ നമ്മളെ ദിവസങ്ങൾ എന്നും ഒരേപോലെ പോകണമെന്നില്ല കേട്ടോ. ചിലപ്പം ഗസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും. അപ്പോൾ നമുക്കിതിങ്ങനെ കുറച്ചുകൂടെ എക്സ്ട്രാ ടൈം നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഒരു കറക്റ്റായിട്ട് പോകുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പുറത്ത് വെച്ചാലും ഒന്നും കുഴപ്പം വരില്ല കേട്ടോ. തേങ്ങ ചിരകിയതല്ല, തേങ്ങ വറുത്തതാട്ടോ ഞാൻ പറഞ്ഞത്, മാറിപ്പോണ്ട. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കുക്കിംഗ് എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ചീര കഴിഞ്ഞ തവണ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇങ്ങനെ ഉപ്പേരിക്കല്ല, അരിഞ്ഞിട്ടതല്ല, താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ചീര താളിപ്പും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാബേജ് കട്ട് ചെയ്തതുണ്ട്, അത് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, മീൻ പൊരിക്കുന്നു കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്തു. ഒരു 2-3 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ ചേഞ്ച് ആവണ്ട, അത് ഗോൾഡൻ കളറിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ, അത്രയും മതി. അതിനുശേഷം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ക്യാബേജ് തോരനാട്ടോ ഉണ്ടാക്കാനുള്ളതാണ് ഇട്ട് കൊടുത്തത്. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ് എല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നമ്മളെ വെളുത്തുള്ളി റെഡി ആയതിനു ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിലേക്ക് കുറച്ച് 1 ടീസ്പൂണെല്ലാം അരിപ്പൊടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ചില സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം ഇല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുമല്ലോ, ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല കറക്റ്റ് ടേസ്റ്റാട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി ആ കഞ്ഞിവെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചീരയില്ലേ, ചീരയോ മുരിങ്ങയിലാണെങ്കിലും മുരിങ്ങയില അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിന്ന് ചീര താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഉപ്പേരിക്കും കുറച്ച് അരിഞ്ഞു വെച്ചു, അതുപോലെ തന്നെ കുറച്ച് താളിക്കാനുള്ള ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പരിപ്പിലിടാനും ഒക്കെ. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ലാസ്റ്റാണ് ഇന്ന്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. ആ തിളച്ച് ജസ്റ്റ് 2-3 മിനിറ്റ് ആ ഒരു ലീഫൊക്കെ ഒന്ന് ചീരയൊക്കെ ഒന്ന് കുക്കാവുക, അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ അടുപ്പിൽ ഞാൻ മീനും കൂടെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമല്ലേ.
ഇങ്ങനെ നമ്മൾ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്ന് ലൈറ്റ് ആക്കുക കേട്ടോ. ഞാൻ അധികം ചില ദിവസങ്ങളിൽ എനിക്ക് ലഞ്ച് എന്തെങ്കിലും കുക്ക് ചെയ്ത് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ മുളകിട്ടതോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ഭയങ്കര ഒരു ഹെവി ആക്കലില്ല. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടാവും, അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പുമാവ് ആക്കിയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആക്കും. അങ്ങനെ ആക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം അല്ലാണ്ട് തന്നെ നമുക്ക് ഈ മീൽ പ്രിപ്പ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെക്കാനായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഹെവി ആക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമുക്ക് പണിയായിട്ട് പോകും. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഡേ ഒന്ന് ലൈറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് വരില്ല. കുറേ പണിയെടുത്ത ആ ഒരു ഫീല് വരില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഇന്ന്. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഇടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇനി അല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ടൈമിനനുസരിച്ച് ഞാൻ ചിലപ്പം ഒരു ദിവസം എൻ്റെ എല്ലാം തീർന്നിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ളതൊക്കെ വെള്ളത്തിലിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വെള്ളത്തിലിടലും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് മാവൊക്കെ അരച്ച് വെച്ച് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. ചിലപ്പോൾ അന്ന് അതിനെ എനിക്ക് ടൈം കിട്ടുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം പറ്റുന്ന സമയത്ത് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെക്കാനുള്ള മര്യാദക്ക് എടുത്ത് വെച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പം കുട്ടികളുള്ളവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സമയം നിങ്ങൾ വിചാരിച്ച ദിവസം നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം പോയാലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ആക്കാവുന്നതാണ് കേട്ടോ. പറ്റുന്ന ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരുക്കി വെക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതിനായിട്ട് വേറൊരു ദിവസം ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ പറ്റാത്തവർ ഇതുപോലെ ചെയ്തു വെച്ചാലും മതി കേട്ടോ. പക്ഷെ അത് ചെയ്തു വെച്ചാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചെയ്ത് വെക്കാറുണ്ട് എന്ന് പറഞ്ഞു, അവർക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു പോവും, താനേ നമ്മൾ ചെയ്തു പോകും കേട്ടോ. അപ്പോൾ ഡെയിലി രാവിലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്താണെങ്കിൽ കൂടി നമുക്ക് വേഗം കുക്കിങ് കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ തുറക്കുന്ന, ഓഫീസിലൊക്കെ പോകേണ്ട ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര 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 യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. കാര്യം നമ്മളെ കിച്ചണിലെ ജോലികൾ നമുക്ക് എളുപ്പത്തിലാക്കും. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. എല്ലാം നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, സാലഡ് എല്ലാം നമ്മൾ ഒരു പ്ലാനിങ്ങിലൂടെയാണല്ലോ നമ്മൾ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന ദിവസം എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ എല്ലാ ഫുഡും ശരീരത്തിലേക്ക് എല്ലാ ഫുഡും നമുക്ക് എത്തും. അതുപോലെ തന്നെ പയറ്, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാറുണ്ട് കേട്ടോ. അത് ഇപ്രാവശ്യം ഞാനത് ചെയ്യാത്തത്, കടല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് യാത്രയും കല്യാണമൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചെയ്ത് വെക്കാത്തത് കേട്ടോ. കുറച്ച് വെള്ളക്കടല മാത്രം ഞാൻ കുതിർത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ അരിയെല്ലാം കുതിർന്ന് വന്നതിന് ശേഷം 5 മണിക്കൂറെങ്കിലും എന്തായാലും കുതിരണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിതിലേക്ക് ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 5 മണിക്കൂർ മസ്റ്റായിട്ടും കുതിർക്കണം. പിന്നെ അവല് കാര്യങ്ങളാണ് കേട്ടോ നമ്മളിതിൽ ഈ ഒരു ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെസിപ്പി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് അരച്ച് വെക്കട്ടെ. പിന്നെ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കും കേട്ടോ. ഈ കൈകൊണ്ട് അടിക്കുമ്പോൾ ചിലരുടെ വിചാരം അത് പുളിച്ചു പോവും എന്നുണ്ട്. ഇല്ല കേട്ടോ, അത് നന്നായിട്ട് പൊങ്ങി കിട്ടാനത് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ പുളിച്ചു പോകുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പണ്ട് ആട്ടുകല്ലിൽ കൈവച്ചിട്ട് ആക്കിയിട്ട് ഇങ്ങനെ വടിച്ച് കൊടുക്കൂലേ, അത് പൊങ്ങി വരാൻ കാരണം അത് തന്നെയാണ്. എന്നാൽ അത് പുളിച്ചു പോകണ്ടേ. അപ്പോൾ അത് വെറുതെയാണ് കേട്ടോ. ചെയ്ത് നോക്കുക എന്തായാലും. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ളത് ഒക്കെ ഞാൻ അര കിലോ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ള എല്ലാം. അപ്പോൾ നമുക്ക് 1 കപ്പ് ആണ് നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ 1 കപ്പിനുള്ള മാവാണ് ഞാൻ ഒരു ഡബ്ബയിൽ ആക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഡ്ഡലി ആണെങ്കിലും ദോശ, ഇപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഓരോ ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ എടുക്കാനുള്ളതാണ് ഈ ഒരു ഗ്രീൻ
ഡബ്ബയിലുള്ള അതിൽ തന്നെ വെച്ചിട്ടുള്ളത്. മറ്റേ ബോക്സ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 3-4 ബോക്സിൽ അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബോക്സ് എനിക്ക് നാളത്തേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ പുറത്ത് വെക്കുന്നത്. അതുപോലെ നിങ്ങളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് നാളെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക, പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് നാളെ മറ്റന്നാൾ രാവിലത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വൈകുന്നേരം ഒരു 5:30-6 മണിയോട് കൂടിയിട്ട് പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു 6-7 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി മാവ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഞാൻ എല്ലാ മീൽ പ്രിപ്പിലും ഇത് പറഞ്ഞു പോവാറുണ്ട്. ഇനി ഇതാ എൻ്റെ അരിയില്ലേ, നമ്മൾ ചോറരി നമ്മൾ അതായത് ഒറോട്ടിക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല നെയ്പ്പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് അരക്കാനിട്ട് തിളച്ച വെള്ളത്തിലിട്ടില്ലേ, അതാണ് കേട്ടത്. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കട്ടിയിൽ ടർക്കിയിൽ അല്ലെങ്കിൽ തോർത്തിലോ ടർക്കിയിലോ നിങ്ങൾ എങ്ങനെയാണോ വെള്ളം ഡ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിതുപോലെ ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. വേഗം കൈ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ നനവ് വരും, പതുക്കെ ഇങ്ങനെ വന്നോളും, കുഴപ്പമില്ല. വലിയ ടർക്കി ആകുമ്പോൾ ഞാനത് പിന്നീട് ഞാൻ വേറെ രീതിയിൽ ഫോൾഡ് ചെയ്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും വെക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ വെള്ളം അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് മാവ് നല്ല റെഡി ആയിട്ട് കിട്ടുവേ. അപ്പോൾ ഇത് നിങ്ങളെങ്ങനെയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും അതിൽ പിടിക്കൂല കേട്ടോ. ഇങ്ങനെ മാറ്റി കൊടുക്കണം. എങ്ങനെ ക്ലോത്ത്, ഇനിയിപ്പോൾ ആ ഒരു ക്ലോത്ത് നന്നായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ വേറൊരു നമുക്ക് എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കാത്ത ബെഡ്ഷീറ്റോ നല്ല കട്ടിയുള്ള എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വെള്ളം വലിഞ്ഞോളൂ കേട്ടോ. അങ്ങനെയാണ് ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് സെറ്റായിട്ട് കിട്ടുക. ഇത് ഞാൻ രാവിലെ എടുക്കുകയുള്ളേ, അപ്പോഴത്തേക്കാണ് അത് വെള്ളമൊക്കെ വലിഞ്ഞ് സെറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഉച്ചക്ക് കരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരം രാത്രിയൊക്കെ ആവുന്നതോടുകൂടി റെഡി ആയിട്ട് കിട്ടും. ഇത് ഞാൻ ആ ഒരു സമയത്തല്ല കേട്ടോ, പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, മാവൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, കറക്റ്റ് നമ്മൾ ഒറോട്ടിക്കൊക്കെ പറ്റുന്ന മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ആയെങ്കിലേ ഉള്ളൂ. ടൈറ്റായാൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലേ, അല്ലാതെ അപ്പത്തിലേക്കും ഇഡ്ഡലിയിലേക്കും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഉപ്പ് ചേർത്തിട്ടില്ല. കാര്യം ഞാനിപ്പോൾ എന്നാ എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചേർക്കാണ്ട്. ഇത് നാളത്തേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഉപ്പ് ചേർക്കുമായിരുന്നു. ഇതാ എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഉപ്പ് ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. ഇതുകൊണ്ട് റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുകയാണ്, ഞാൻ വ്ളോഗ് ചെയ്യുക. നെയ്പ്പത്തിരിക്കൊക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഒട്ടും തരി ഇതിലില്ല, പക്ഷേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ അത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതും ഒരു ഡബ്ബയിലാക്കിയിട്ട് ഇതും എനിക്കൊരു 2 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ, പത്തിരിക്കാണെങ്കിലും എന്തിനാണെങ്കിലും. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കടലയും അതുപോലെ തന്നെ സോയാബീനും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞ് എടുത്തിട്ട് ഒരു ഡബ്ബയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ സോയാബീൻ ഞാൻ ചെയ്യുന്നത് നമുക്ക് അധികം സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി. പക്ഷേ ചെയ്യൂല കേട്ടോ, ഇതിങ്ങനെ അവിടെ ഇരുന്ന് നാശമായി പോവുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്നത് ആഴ്ചയിലും ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് ചിലപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ എന്തിൻ്റെങ്കിലും കൂടെ ഉപ്പേരിക്കെടുക്കും, അല്ലെങ്കിൽ മീനൊന്നും ഇല്ലാത്ത ദിവസം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കറിയായിട്ടും അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും അങ്ങ് കഴിച്ചോളും, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ അതും നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് ഡബ്ബയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ കടലയാണ്. കടല ഇത് തന്നെ ബാക്കിയുള്ളൂ കേട്ടോ, അതാണ് ഇത്രയും ഇട്ടത്. ഇതും നമുക്കൊരു ദിവസത്തെ കറിക്കുണ്ടാവും കേട്ടോ. രാവിലെയും രാത്രിക്കും എടുക്കാനുള്ള കറിയിലേക്കുള്ളത് ഉണ്ടാവും. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്, ഫ്രീസറിലേക്കൊന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം ഒരു ദിവസത്തേക്കുള്ള കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. കൂടുതലാണെങ്കിൽ ഞാൻ ഫ്രീസറിലേക്കും വെക്കാറുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും ഫ്രീസറിൽ വെച്ചാലും ഒന്നും കുഴപ്പമില്ല, ഒരു 2 ആഴ്ച വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആക്കി വെച്ചതെല്ലാം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. വെജിറ്റബിൾസും കാര്യങ്ങളിലൊക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്, ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഒരു ഏരിയയിൽ, കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒരു ഏരിയയിൽ, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് അരച്ചതും കാര്യങ്ങളൊക്കെ അതും നമ്മൾ ഒരു ഏരിയയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത് സ്ഥലത്താണ് ഇരിക്കുന്നത്, എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ടായിരിക്കുക. എന്നാൽ നമുക്ക് ഒന്നും മോശമായിട്ട് പോകില്ല, ഇത് ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഞാൻ വളരെ കുറവാണ് ഫ്രിഡ്ജിലേക്ക് വെക്കൽ. പിന്നെ നമ്മുടെ
കുക്ക് ചെയ്ത്, അതായത് ബാലൻസ് വന്ന എന്തെങ്കിലും കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വെക്കാൻ ഒരിടം വെക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നോക്കിയാൽ നമ്മൾ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മോശമായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇത് നമുക്ക് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കിട്ടും കേട്ടോ. ഫ്രൂട്ട്സ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറേ ഇല്ല, ഇതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് വെക്കുക കേട്ടോ. എന്നാലാണ് നമ്മൾ എടുക്കുകയുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ എൻ്റെ ഒരാഴ്ച എന്ന് പറയാൻ പറ്റില്ല, 1-2 ആഴ്ച എനിക്ക് കിട്ടും കേട്ടോ മീൽ പ്രിപ്പും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ എന്തായാലും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.